പടക്കുകയാണ്. പടച്ചിട്ട് അല്ലാഹു തആല വഅല്ലമൽ അസ്മാഅ കുല്ലഹാ, അല്ലാഹു എല്ലാ വസ്തുക്കളുടെയും പേര് ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എല്ലാ വസ്തുക്കളെയും പേര് പറഞ്ഞു കൊടുത്തു. ആദമേ, ഇന്ന വസ്തുവിന്റെ പേര് ഇതാണ്, ഇന്ന വസ്തുവിന്റെ പേര് ഇതാണ്, എല്ലാം അല്ലാഹു പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹു തആല സുമ്മ അറളഹും അലൽ മലായിക, എല്ലാം മലക്കുകളെ മുമ്പിൽ വെച്ചു. അല്ലാഹുവിന്റെ മലക്കിന്റെ മുമ്പിൽ വെച്ചിട്ട് അല്ലാഹു മലക്കുകളോട് പറഞ്ഞു, അംബിഊനി ബി അസ്മാഇ ഹൗലാ, ഓ മലക്കുകളെ, ആദമിനെ പടക്കുമ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞത് വേണ്ട റബ്ബ്, ഭൂമി ലോകത്ത് മനുഷ്യന്മാർ വേണ്ട, ഈ ദുനിയാവിലെ മനുഷ്യന്മാരെ പടക്കല്ലേ അല്ലാ, അവർ തോന്നിവാസങ്ങൾ ചെയ്യുന്നവരാ, ഹറാമ് ചെയ്യുന്നവരാ, കള്ളു കുടിക്കുന്നവരാ, പള്ളിയിൽ വരാത്തവരാ, ഗീബത്ത് പറയുന്നവരാ, നമീമത്ത് പറയുന്നവരാ, മനുഷ്യന്റെ പച്ചമാംസം തിന്നിട്ട് സമയം കളയുന്നവരാ, നിനക്ക് വേണ്ടി നിസ്കരിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് കഞ്ചാവിന്റെയും കള്ളിന്റെയും എല്ലാ തോന്നിവാസങ്ങളെ പിന്നിൽ പോകുന്നവരെ എന്തിനാ റബ്ബേ നീ പടക്കുന്നത് എന്ന് മലക്കുകൾ ചോദിച്ചപ്പോ ആ മലക്കുകളെ മുമ്പിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളെയും നിരത്ത് വെച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഓ മലക്കുകളെ, ഈ വസ്തുക്കളെ പേരുകൾ നിങ്ങൾ ആദമിനെ പഠിപ്പിച്ചു കൊടുക്കണേ. ഈ വസ്തുയുടെ പേരെല്ലാം നിങ്ങൾ ആദം നബിക്ക് ചൊന്നു കൊടുക്കൂ. മലക്കിങ്ങൾ ഇത് ഫസ്റ്റ് കണ്ടേ അങ്ങ് നിന്നിട്ട് ചൊന്നത്, ഞങ്ങൾക്ക് വാഴ്ത്തുള്ള പഠിപ്പ് ഞങ്ങൾ ഇത് ഫസ്റ്റ് കണ്ടേ, ഞങ്ങൾക്ക് ഇതിന്റെ പേര് ഒത്തില്ലേ. അല്ലാഹു തആല സമയത്താണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നത്, ആദമേ, യാ ആദം, ഓ ആദം നബി അലൈഹിസ്സലാം, അംബിഉഹും ബിഅസ്മാഇഹിം, ഇതിന്റെ എല്ലാ പേരും നിങ്ങൾ ചൊന്നു കൊടുക്കൂ. ആദം നബി അലൈഹിസ്സലാം ഓരോ വസ്തുത എടുത്തിട്ട് ചൊന്നു, ഇതാ ഈ വസ്തുയുടെ പേര് ഇതാ ഇട്ടിക്കട്, ഇതിന്റെ പേരിങ്ങനെ, ഇതിന്റെ പേരിങ്ങനെ ചൊന്നു. ഓരോ വസ്തുതയും പേര് ചൊന്നു കൊടുത്തപ്പോ അവിടെ വെച്ചതായ എല്ലാ നിൽക്കുന്നതായ ആദം നബി അലൈഹിസ്സലാം അവിടെ എതിരുള്ളതായ എല്ലാ മലക്കുകളെ വന്നോളൂ ഓരോ പേരെടുത്തിട്ട് ചൊല്ലുമ്പോ മലക്കിങ് അധിഷ്ഠത്തിൽ നിന്റെ അത്ഭുതപ്പെട്ടവരെ പഠിച്ചോനെ, ഞങ്ങൾക്ക് പോലും தெரியாത്ത ഇത്ര വർഷം ജീവിച്ച് ഇബാദത്ത് ചെയ്ത ഞങ്ങൾക്ക് പോലും അറിയാത്ത പലതും ഈ ആദമിനിക്കറിയാ, പലതും ഈ ആദമിനിക്കറിയാ. തബയ്യനത്തിൽ മലായികത്തു ശറഫു ആദമ, ആദമയുടെ പവർ അങ്ങക്ക് കൊണ്ടായിട്ട് ഇതൊരു സാധാരണ മനുഷ്യല്ല, ഞങ്ങളെ റായത്തുള്ള സാധാരണ ഒരു ആദമാക്കുള്ള ഇത്, ഈ ആദമക്ക് വലിയ പവർ ഉണ്ട് കൊണ്ടായപ്പോ അല്ലാഹു തആല ചൊല്ല്, അമറല്ലാഹുൽ മലായികത ബിസ്സുജൂദി ലി ആദമ, ചൊല്ലണോ ആദമക്ക് നിങ്ങൾ സുജൂദാക്കറോ, ഇങ്ങനെ പോലോ താലല്ല ആദമോ, ഈ ആദമക്ക് വലിയ പവർ ഉണ്ട് അല്ലാഹു ചൊന്നപ്പോ എല്ലാ മലക്കിങ് സുജൂദ് ചെയ്യുമ്പോ റെഡിയായറ. ആ കൂട്ടത്തിൽ ഒരുത്തയുന്ന അവന്റെ പേരായിട്ട് കിടയിപോലെ അവന് മലക്കല്ല, അള്ള സുജൂദിട്ട് ചൊന്നത് മലക്കെട്ടായിട്ടിക്കട്, അവൻ അബുൽ ജിന്നിൽപ്പെട്ട വർഗത്തിൽപ്പെട്ടവനായിട്ടിക്കട്. മലക്കിങ് എല്ലാം നിൽക്കുമ്പോ ഒരു സൈഡിൽ നിന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ നോക്കിയോണ്ടിരുന്ന അള്ളാഹു സുജൂദിടത് ചൊന്നപ്പോ അബുൽ ജിന്നിൽപ്പെട്ട ഇബ്ലീസും ആ കൽപ്പനയിൽപ്പെട്ട അവൻ സുജൂദിടുക, അവന് മടികാട്ടിയ അവൻ അള്ളാട്ട ചൊന്ന, ഇല്ല അല്ലാ, നീ ചൊന്ന മലക്കിട്ടല്ലേ, മലക്ക് വേണമെങ്കിൽ ആദമക്ക് സുജൂദിട്ട് നാണ് സുജൂദിടില്ല, നല്ല അഭിമാനതയ്ക്ക് കൊടുല്ല, സുജൂദിടുന്നതാണ് തയ്യാറല്ലാണ്ട് ചൊന്നപ്പോ ഫസജദൽ മലായികത കുല്ലുഹും, എല്ലാ മലക്കിനും സുജൂദിൽ പോന്നപ്പോ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. വിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ അവൻ മാത്രം ചൊന്നാണ് സുജൂദാക്കില്ല. നാണ് ഈ ചരിത്ര വലിയ വിശാലായിട്ട് വേഗം ചൊന്നോണ്ട് പോണ്ടേ, നാണ് സുജൂദില്ല, നാണ് എന്തെങ്കിലും സുജൂദിടണോ, അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാർ വ ഖലഖതഹു മിൻ തീൻ. പഠിച്ചോനെ, നീ ആദം നബിയെ പഠിച്ചത് കാലൊരു മണ്ണില് നന്റെ പ്രകാശത്തില് തീനായിട്ട് നന്റെ പഠിച്ച് ആ നാണ് ആദം നബിക്ക് സുജൂദിടൂ, അത് നമുക്ക് ബുദ്ധിക്ക് യോജിക്കില്ല. നാണില്ല നന്റെ വിട്ടുകൊണ്ടു ചൊന്നിട്ട് അവൻ അഹങ്കരിച്ച അതാ അവൻ ദൂരനിണ്ട വസ്തക്ബറ, അവൻ കെബറ് കാട്ടിയ അല്ല ചൊന്തു,
ನೀನು ನನ್ನ ಪಕ್ಕದಲ್ಲಿ ನಿಕ್ಕೊಂಡವನಲ್ಲ, ನೀನು ದುನಿಯಾವಿಗೆ ಪೋ, ನಿಕ್ಕು ಸ್ವರ್ಗ ಇಲ್ಲ ಅಂತ ಚൊന്നിട്ട് അല്ലാഹു തആല ആ ഇബ്ലീസിനെ കുറിച്ചിട്ട് ആ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയണം. പിന്നെ ആദനബിയുടെ ചൊണ്ട യാ ആദം അൻത വസൗജുക, നീയും നിന്റെ പെഞ്ഞായും ഉസ്കുൻ അൻത വസൗജുക ജന്ന, നീയും നിന്റെ പെഞ്ഞായും വിളിച്ചു പോയിട്ട് നിങ്ങൾ രണ്ടാളും സ്വർഗ്ഗത്തിൽ നിൽക്കറോ, സ്വർഗ്ഗത്തിൽ നിങ്ങൾ വേണതെല്ലാം തിന്നറോ, ഇവിടെ കണ്ടതായ ഏത് വേണമെങ്കിലും നിങ്ങൾ തിന്നറോ, ഈ കാണ്ട സ്വർഗ്ഗത്തുള്ളത് ഏത് വേണമെങ്കിൽ നിങ്ങൾ തിന്നറോ, ഈ കാണ്ട ഒരു മര മാത്രം നിങ്ങൾ തൊടുകുതീറ, സ്വർഗത്തിൽ കാണ്ട ഏത് വേണമെങ്കിൽ നിങ്ങൾ തിന്നറോ, ഈ കാണ്ട ഒരു മരത്തര മുട്ട പോലും നിങ്ങൾ പോകുതീറാട്ട് അള്ളാഹു ആദനബീട്ടവും ആദനബിയുടെ പിഞ്ഞായ ഞങ്ങളെ ഉമ്മ ഹവ്വാ വീട്ടവും ചെന്നപ്പോ അങ്ങ് ചണ്ടാലം അവിടെ നല്ല പോലെ ജീവിക്കുമെട്ടാക്കിയറ. ഇത് കണ്ടപ്പോ ഇബ്ലീസ് ചതിയാവുക തുടങ്ങിയിട്ട് അവന്റെ സ്വറാതല്ലേ ചതിയാവുടെ സ്വറ, വാട ചതിയുണ്ടോ അവിടെ ഇബ്ലീസുള്ള, വാട ഫിത്ന ഉണ്ടാ അവിടെ ഇബ്ലീസുള്ള, വാട ഹറാം ഉണ്ടാ അവിടെ ഇബ്ലീസുള്ള, വാട ബെടുക്കാക്കുക ഉടാ അവിടെ ഇബ്ലീസ് നിൽക്കട, വാട അങ്ങാണ്ട് അവിടെ വേണ്ടാത്ത ചർച്ചയാവുടാ അവിടെ ഇബ്ലീസുള്ള. അവനല്ലാണ്ട ചുള്ളുട പഠിച്ചോനെ ഇന്നലത്തോലെ സ്വർഗത്തിൽ കടന്ന നണ്ടനെ പലിച്ച് പറത്തെറിഞ്ഞിട്ട് ഭൂമിയിൽ ഇന്നതായ ഏതോ ഒരു മനുഷ്യനെ ഏതോ ഒരു മണ്ണെടുത്തിട്ട് പടച്ച ഒരു മനുഷ്യ ഒരു സാധാരണ മനുഷ്യരെ എടുത്തിട്ട് സ്വർഗത്തിൽ നീ കടത്തിയെങ്കിൽ, സ്വർഗത്തിൽ അങ്ങ് നീ സ്ഥാനം കൊടുത്തെങ്കിൽ നാണ് വിട്ടുകൊടുക്കണേ അല്ലാ. അങ്ങനെ ചെണ്ടാതെയും നാകും ദുനിയാവുക കൊണ്ടുവര വേണ്ടി ഇബ്ലീസ് അവിടുത്തെ ചൊന്നപ്പോ അല്ല ചൊല്ലുക നിനക്ക് തീരീങ്ക നിന്റെ സ്വറാക്കിയുണ്ടോ, നിനക്ക് നിന്റെ പക്കയിന് യാതൊരു യക്ഷസും തണ്ടില്ല ചൊന്നിട്ട് അള്ളാഹു സ്വർഗത്തിനെ പലിച്ച് പറത്തെറിഞ്ഞിട്ട് ശാപവിച്ചൊരു വ്യക്തിയായിട്ട് ഇബ്ലീസ് അവർ എപ്പോഴും ഞങ്ങളെ ഒട്ടിക്കുള്ള ഈ സദസ്സിലും അവരുള്ള ആരെങ്കിലും ഒരുത്തര എന്തെങ്കിലും വിശ്വാസാക്കുക അവിടാട്ട് നോക്കിയോണ്ടുള്ള. അതുകൊണ്ട് മുസ്ലിമേ നിപ്പണ ഞങ്ങളെ താങ്കോസ്തൊന്നില്ലേ, പലതും ഞങ്ങൾക്ക് കാണുമ്പോ പലതും കേൾക്കുമ്പോ മനസ്സുകത്തിൽ പറയൂ ഇത് വേണ ഇത് വേണ്ടേ, വാത് വേണ വേണ്ടേ, പള്ളിക്ക് പോണ വേണ്ടേ, മജ്‌ലിസ് വേണ വേണ്ടേ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഞങ്ങൾ പുറങ്ങി പോവാണ്ട, നല്ല പോലെ ഇട്ടുതോലെ ഞങ്ങൾ എങ്ങനെ ഇന്നമാത് പോലെ സ്ട്രൈറ്റ് ആയിട്ട് നിന്നോ. ഇബ്ലീസ് വലിക്കുമ്പോ ആ സൈഡിൽ നിങ്ങൾ പോണ്ട, ഇപ്പുറത്തെ ഭാഗത്തേക്ക് വലിക്കുമ്പോഴത്തേക്കും നിങ്ങൾ പോണ്ട, നല്ല സ്ട്രൈറ്റ് ആയിട്ട് നിന്റെ ായിട്ട് സ്വർഗാണ്ട് മുഹമ്മദ് റസൂലുള്ളാഹ്. അങ്ങനെ തന്റെ ബിരുസത്വ മുസ്ലിമേ സ്വർഗത്തിരിക്കടതായ ആദനബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദനബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ എല്ലാ ഫലവും എല്ലാ വസ്തുവും തിന്നൊണ്ടിരിക്കുമ്പോ ഇബ്ലീസ് മുട്ട പോയിട്ട് ചൊല്ലാതമേ കണ്ടനികൾ കൊടുത്തുകൊണ്ടാദനബി ചൊല്ലില്ല. ഞാൻ ഫസ്റ്റ് കണ്ടനി ആറിട്ട് കേൾക്കുമ്പോ അവിടെ പേര് ചൊല്ലുക കൂട്ടാക്കില്ല, അവിടുത്തെ ചൊല്ലുടാ നിങ്ങളുടെ അല്ലാഹു എന്തിനെ ചൊന്നു അല്ല ചൊന്ന ഈ കണ്ട സ്വർഗത്തിൽ നിങ്ങൾ എന്ത് വേണമെന്ന് നിങ്ങൾ എടുത്തോളൂ. ഈ ഒരു മരത്തിന് മുട്ട വലാത്ത ഈ മരത്തിന് നിങ്ങൾ തൊട്ടു നോക്കുകീറാ, ഇതിന് മുട്ട നിങ്ങൾ പോകുതീറാ. അത് ചൊന്നപ്പോ ഇബ്ലീസ് ചിരിച്ചോണ്ട് ചൊന്നാലോ നിങ്ങളിട്ട് അങ്ങനെ ചൊന്നെങ്കും നണ്ടിട്ട മുന്നല്ല അങ്ങനെ ചൊന്നുറാ, ഇതിന് തൊടുകുതീറ തിന്നുകുതീറാണ്ടല്ല ഞങ്ങളിട്ടും ചൊന്നുറാ. അത് എന്തുകൊണ്ടുണ്ട് ആദമേ, ഇതിലുള്ളതായ ഏതെങ്കിലും ഒരു ഫല എടുത്തിട്ട് നിങ്ങൾ തിന്നറിണ്ട് കണ്ടെങ്കിൽ, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വസ്തു എടുത്തിട്ട് നിങ്ങൾ തിന്നറിണ്ട് കണ്ടെങ്കിൽ പിന്നെ ഈ സ്വർഗത്തിൽ നിന്ന് അല്ല നിങ്ങളെ ഭൂമിക്ക് കടത്തില്ല. മാത്രല്ല നിങ്ങൾക്ക് അല്ലാഹു മലക്ക് ചൊല്ലതായ പദവി തറകുകൊണ്ട. ഇപ്പൊ നിങ്ങൾ ഒരു മനുഷ്യല്ലേ, ഇത് തിന്നറിട്ട് കണ്ടെങ്കിൽ നിങ്ങളെ പിന്നെ അല്ലാഹു മലക്ക് ചൊല്ല ലിസ്റ്റിൽ പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് മരിപ്പില്ല, പിന്നെ നിങ്ങൾക്ക് തിന്നുകില്ല, കുടിക്കുകില്ല, പച്ചലില്ല, രോഗമില്ല. നിങ്ങൾ നല്ല പോലെ ജീവിക്കുക. ഈ സ്വർഗത്തിൽ നിങ്ങൾ ജീവിക്കുക, നിങ്ങൾക്ക് തീരുത് അതില്ലാതാക്കുക. അല്ലാഹു ആക്കിയ ഒരു സ്വറം കിട്ടിക്കിരണ്ട് ചൊല്ലുമ്പോ ആദരവി ചൊന്നിട്ടില്ല, എന്റെ റബ്ബ് ചൊന്നതിന് അപ്പുറം നാണാക്കില്ല. ആ ടൈം
ഇട്ടിക്കട് ഇബ്ലീസ് നേരെ പോണ്ടത് ഹവ്വായുടെ മുട്ടയോ ഇട്ടിക്കട് ഹവ്വാ ബീവിയുടെ പോയിട്ട് ഇതേ പലക്കെ ചൊല്ലുടോ ഹവ്വാ ബീവി അപ്പം ഇരിക്കട് ഈ മനുഷ്യ ചൊന്നിട്ട് സമായിട്ടിക്കിട്ട് ചൊന്നിട്ട് നേരെ മാപ്പിളരെ മുട്ട പോയിട്ട് ചൊല്ലുടോ എന്റെ പിരിസത്വം മാപ്പിളരെ വിളിച്ചിട്ട് ചൊല്ലുടോ ആദം നബിയേ ഇതാ ഈ ഒരു മനുഷ്യ വന്നിട്ട് ഞങ്ങളെ ഇങ്ങനെയുള്ള പലക ചൊന്നുറ ഞങ്ങൾ ആ മരത്തിൽ എന്തെങ്കിലും ഒരു ഇല എടുത്തിട്ട് ആ ഫല എടുത്തിട്ട് ഞങ്ങൾക്ക് തിന്നാ അങ്ങനെ തിന്നാണ്ട് കണ്ടെങ്കിൽ ഈ ദുനിയാവുക്ക് ഞങ്ങൾ പിന്നെ പോകില്ലല്ലേ ഈ താണ്ട സ്വർഗത്തിൽ ഞങ്ങൾക്ക് നിക്കല്ലേ എന്ന് ചൊന്നപ്പോ ആദം നബി അലൈഹിസ്സലാം പെഞ്ഞയുടെ പലക ഒരു നിമിഷം കേൾക്കട് അതിൽ നിന്ന് ഒരു ഫല എടുത്ത് തിന്നറ ആ തിന്നപ്പോതാ അല്ല തിന്നണ്ടാണ്ട് ചൊന്ന ആ വളയെടുത്ത് തിന്നപ്പോ ചൊല്ലടോ അങ്ങ് രണ്ടാളും അതിൽ നിന്നൊരു വളയെടുത്ത് തിന്നപ്പോ فطفق يخصفان عليهما من ورق الجنة ഞങ്ങളെ വസ്ത്രമില്ല സ്വർഗത്തിൽ കൊടുത്ത ഡ്രസ്സെല്ലാം പൂന്നുകൊണ്ടു അവിടെ ഇന്ന് ഇലയെല്ലാം എടുത്തിട്ട് അങ്ങ് ഔറത്ത് മറക്കിടാറ് അല്ല വന്നിട്ട് ചൊല്ലുടു ആദമേ ഇന്നണ്ടാണ്ട് ചൊന്ന ഫല അക്കണ്ടാണ്ട് ചൊല്ലറു പ്രവർത്തി പാടില്ല എന്ന് പറഞ്ഞൊരു പണി നിങ്ങൾ ചെയ്തതിന്റെ പേരിൽ സ്വർഗം നിങ്ങൾക്ക് നിഷിദ്ധമാദമേ സ്വർഗത്തിലേക്ക് നിങ്ങളില്ല ഈ സ്വർഗമുള്ളത് പാപങ്ങളെ ചെയ്യാത്തവർക്കാ നിങ്ങൾ തെറ്റ് ചെയ്തു നിങ്ങൾ തപ്പാക്കിയതാദമേ നീയും നിന്റെ പെഞ്ഞാകിടെയും വിളിച്ചൊണ്ട് ദുനിയാവുക നിങ്ങ പോറോ ഒരു ദുനിയാവിടെ ഒരു ഭാഗത്ത് ആദം നബിയുടെ ഒരു ഭാഗത്ത് പെഞ്ഞായി ഹവ്വാ ബീവിയുടെയും അല്ലാഹു കടത്തറ ആലോചിക്കും മുസ്ലിമേ ആദം നബി ആക്കിയ സ്വരയന്ത്രവും തുണ്ടാ തിന്നണ്ട ചൊന്ന ഒരു ഫല ഒരൊറ്റൊരു ഫല അത് ചതിയിൽപ്പെട്ടിട്ട് തിണ്ട ഞങ്ങളെ പോലെയുള്ള തപ്പാക്കിയാലുള്ള ആദം നബി ഒരേ ഒരു വിഷയ പെഞ്ഞായുടെ പലക്ക് കേട്ടിട്ട് ചെറിയൊരു തപ്പാക്കിയപ്പോ അല്ലാഹു ചൊല്ലുടു സ്വർഗ നിങ്ങൾക്കില്ല ആദമേ ദുനിയാവ് പോറ് ചൊന്നിട്ട് രണ്ട് ഭാഗത്ത് അണ്ട് ഈ ദുനിയാവിൽ ഇതുപോലെയുള്ള പള്ളിയില്ല ഇതുപോലെയുള്ള ലൈറ്റിങ്സ് ഇല്ല ഇതുപോലെയുള്ള ഗ്രൗണ്ട് ഇല്ല അങ്ങനെ പോലത്തെ ഒരു മനുഷ്യമാരും ഇല്ല ഭൂമിക്ക് ഫസ്റ്റ് കടന്നു വന്നത് ആദം നബിയാണ് ഇട്ടിക്കട ഫസ്റ്റ് കടന്നു വന്നത് ഹവ്വാ ബീവിയാണ് ഇട്ടിക്കട രണ്ടാളെയും രണ്ട് ഭാഗത്ത് അല്ലാഹു കടത്തുക ഒരു ഭാഗത്ത് ആദം നബി ഉൾപ്പെട്ടുകൊണ്ട് പോണ്ടു യാ അല്ലാഹ് റബ്ബനാ വലംനാ അൻഫുസനാ അറിയാതെ ചെയ്തു പോയ പാപനബിയേ പാപാകൂലയാ എന്ന് കരഞ്ഞ് 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 രണ്ട് കണ്ണിലൂടെ കണ്ണുനീര് ഒഴുകിയിട്ട് നടക്കുകയാ സയ്യിദുനാ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മറുഭാഗത്തിൽ നമ്മുടെ ഉമ്മ ഹവ്വാ ബീവി നടക്കുകയാണ് അല്ലാഹ് പേടിയാകുന്നു കുന്നുകളും മലകളും പർവ്വതങ്ങളും മൃഗങ്ങളുമെല്ലാം കാണുമ്പോ അന്നുണ്ടായിരുന്ന കാലങ്ങളിൽ അന്നുണ്ടായ ഈ ഭൂമി ലോകത്ത് ഒരുപാട് പ്രയാസമേറിയ ഭൂമി ലോകം കാണുമ്പോ ഇരുട്ടിൽ പോലും ഒരു വെളിച്ചമില്ല ഒരാളുമില്ല ഒരു തുണയില്ല ഒരു മക്കളില്ല ഒരു വസ്തു പോലും ഇല്ലാതെ വേജാറിനോടെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് ഹവ്വാ ബീവിയും നടക്കുകയാ എത്ര കൊല്ലമെന്നറിയോ 300 കൊല്ലകാലം 300 വർഷത്തോളം ആദം നബിയും ഹവ്വാവും ഉമ്മയും ദുആ ഉണ്ട് റബ്ബനാ വലംനാ ഞങ്ങൾക്ക് തെരിയും എല്ലാവരും ചൊല്ലറോ എത്രമാ തപ്പാക്കിയിട്ട് ഞങ്ങളെ രണ്ട് ഭാഗത്തും മലക്കിങ്ങ എത്തി വെച്ച എത്രമാ തപ്പുണ്ടു അതല്ല ഈ സദസ്സിലല്ല വലിച്ചെറിയട്ട് റബ്ബനാ വലംനാ അൻഫുസനാ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين പഠിച്ചോനെ നാ തപ്പാക്കിയ അല്ലാഹ്
നീ മാപ്പ് തണ്ടില്ലേ അല്ലാ. ഈ ഭൂമി ലോകത്ത് നടക്കുന്നൊക്കെ പേടിയാവുള്ളൂ അല്ലാ. ആറുമില്ല അല്ലോ. ചുറ്റുട്ടൂർ ആണും ഒരു പെണ്ണും ഭൂമിയിൽ ഇങ്ങനെ നടക്കണത് എത്ര വർഷം കൊണ്ടുണ്ടാ? 300 വർഷം നടക്കണാറ്. ആദനബി അള്ളാണ്ട് ചൊല്ലുടും പഠിച്ചോനെ 300 കൊല്ലമാണ് തൗബാക്കിയ ഏത് തപ്പുകൊണ്ടുണ്ടാ? നീ തിന്നണ്ടാണ്ട് ചൊന്ന് ഒരൊറ്റ ഒരു ഫല തിന്നതുക്കുവാനായിട്ട് അതിന് ഭവിഷ്യത്തുവാനായിട്ട് 300 കൊല്ലം തൗബ ആക്കിയിട്ട് ലാസ്റ്റ് തന്റെ തൗബ നീ സ്വീകരിച്ചതുമാണ് കൊണ്ടുണ്ടാ. ഇന്ന കബൂല തൗബതി കാന മക്കാ. നീ സ്വീകരിച്ചത് മക്കത്ത് വെച്ചിട്ടായിട്ടിക്കട. 300 വർഷമായിട്ടായിരിക്കുമ്പോ മഹാനായ ആദനബി എത്തണത് മക്കത്തുക, അള്ളാഹു എത്തണത് മക്കത്തുക. ആ മക്കത്ത് വെച്ച് ദ്വാർന്നപ്പോ അള്ളാഹു ഉത്തര കൊടുക്കണ. ആ സന്ദർഭത്തിൽ മഹാനായ ആദനബി ചൊല്ലുടൂ, നാണ് ഒരു തപ്പാക്കിയപ്പോ നക്ക് നീ തന്ന ശിക്ഷ എത്തട. അതേ ടൈമുള്ളൂ മുഹമ്മദ് നബിയുടെ ഉമ്മത്തീങ്ങ ഏതെല്ലാം തപ്പും അനാചാരവുമാക്കിയെങ്കിൽ അങ്ങക്ക് നീ കൊടുക്കുന്ന പ്രത്യേകത ഉമ്മത്ത മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതൂബൂന ഫീ കുല്ലി മകാൻ വയതഖബ്ബലുല്ലാഹു തൗബതഹു. ഈ സദസ്സിൽ വെച്ചിട്ട് കള്ളു കുടിച്ചാൽ മാറുന്നെങ്കിൽ, വ്യഭിചരിച്ചാൽ മാറുന്നെങ്കിൽ, ഹറാമാക്കിയാൽ മാറുന്നെങ്കിൽ, കാഞ്ചത്തെ പറവ് പോയി കഴിയുന്നെങ്കിൽ, എല്ലാ ഹറാമും തപ്പാക്കിയാൽ മാറും നിങ്ങളെ ഇടയിലുണ്ടെങ്കിൽ ഒന്നും മനസ്സോപ്പണാക്കിയിട്ട് ഈ പക്കത്ത് വെച്ചിട്ട് അല്ലാട്ട ഓരോ തവണ നിങ്ങൾ ചൊന്നെങ്കിൽ മയ്യാവൂ. യാ അല്ലാഹ് കണ്ടിട്ട ഒരു തപ്പ് വന്ന് അല്ലാ ഞാൻ ആക്കുകുത്തിരാണ്ട് നിരിച്ചിരുന്ന അല്ലാ വന്നുപോയ എന്നെ തപ്പ് നീ നക്ക് മാപ്പാക്ക് അല്ലാ. നീ 300 വർഷം തൗബാക്കണ്ടല്ലോ. നീ മക്കത്ത് പോയിട്ട് തൗബാക്കണ്ട, നീ പള്ളിക്ക് പോയി വെച്ചിട്ടും തൗബാക്കണ്ട. ഏത് പക്കത്ത് വെച്ചിട്ടും അല്ലാട്ട നീ ചൊന്നാണ്ട് കണ്ടെങ്കിൽ നിന്റെ ആ തൗബ അല്ലാഹു അവിടെ വെച്ചിട്ട് കബൂലാക്കറാണ്ട്. മഹാനായ സയ്യിദുനാ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം 300 വർഷം തൗബാക്കിയിട്ടും അല്ല മാപ്പാക്കിയപ്പ മക്കത്ത് കെത്തിയപ്പ നമുക്ക് അത്രന്തും വേണ്ട. ഞാൻ ആക്കിയ തപ്പ് എന്തിനെങ്കിലും കൂടെ വെച്ചിട്ടൊന്ന് ചൊല്ലൂർ ഉറപ്പിട്ട മനസ്സോപ്പണാക്കിയിട്ട് വന്നു പോയിട്ട് റബ്ബേ നിനക്ക് മാപ്പാക്കിട്ട അല്ലാ. ഇത് അല്ലാഹു ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് അല്ലാഹു തൗഫീഖ് തന്ന അനുഗ്രഹിക്കട്ടെ. മാത്രം ഞങ്ങൾ ഇരിക്കണെന്തിരെ 4 തൗബാക്കള പോവാ. നാളെ പോണ്ട, നാളെ നോക്കാം. ഞാൻ ഉണ്ടല്ലേ എത്ര കാലം ഞങ്ങൾ ജയിക്കുകൊണ്ടു, ഞങ്ങൾക്ക് എത്ര ബിസിനസ് ആക്കുകൊണ്ടു, എത്ര സ്വറാക്കുകൊണ്ടു, എത്ര അകകെട്ടുകൊണ്ട് എന്തെല്ലാം സ്വറാക്കുകൊണ്ടു അതെല്ലാം ആയിട്ടായിട്ട് പിന്നെ നോക്കാം. വയസ്സായിട്ട് കടക്കുമുത്തുകല്ലേ അപ്പോൾ തൗബാക്കിയും മയ്യാവും. അല്ലെങ്കിൽ പള്ളിയുടെ മുക്കിലേക്ക് റമളാനൗത്തുക്ക് വന്ന അപ്പോൾ തൗബാക്കിയ മയ്യാവും. എന്തും മയ്യാവൂല്ലേ വെച്ചിട്ട് ഞാൻ റബ്ബിട്ട ഒന്ന് മനസ്സോപ്പണാക്കിയിട്ട് ഈ ജാവുള്ളാക്കുന്നു ചൊല്ലൂ. വന്ന് തപ്പു പഠിച്ചോനെ നീ മാപ്പാക്കി താളാണ്ട് ആ സെക്കൻഡ് അല്ലാഹു മാപ്പാക്കി തന്നുണ്ട്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായിട്ട് ആദനബിച്ചോട് പഠിച്ചോനെ മുഹമ്മദ് നബിക്ക് കൊടുത്ത അനുഗ്രഹത്തിൽ രണ്ടാമത്തത് നിന്ന് അക്ക് തരാത്തത് എന്തിനെ? അല്ലാണ്ട് ചോദിച്ചു അള്ളാഹ് എന്തിനെ നന്റെ മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് തരാത്ത രണ്ടാമത്തെ അനുഗ്രഹം എന്ത് കേട്ടപ്പോ മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, യാ അല്ലാഹ് ഇൻ കുൻത ലാബിസാ ഫലമ്മാ സയ്യിദു ജഅലനി ഉരിയാനാ. നാണ് ഒരു ഫല തിന്നിട്ട് ഒരു പട തിന്നിട്ട് ഒറ്റ തെറ്റ് ചെയ്തപ്പോ, ഒരു പാപം എന്നിൽ വന്നു പോയപ്പോ, ഒരു ഹറാം എന്നിൽ നിന്ന് സംഭവിച്ചു പോയപ്പോ സ്വർഗത്തിൽ നിന്ന് നീ എനിക്ക് തന്ന വസ്ത്രങ്ങള്, സ്വർഗത്തിൽ നിന്ന് നീ എനിക്ക് തന്ന വിരിപ്പുകള് എല്ലാം അത് എടുത്തു കളഞ്ഞ് എന്നെ നീ നഗ്നയാക്കി കളഞ്ഞല്ലോ അല്ലോ. ഭൂമിയിലുള്ള മനുഷ്യന്മാർ ആദം നബി അലൈഹിസ്സലാം കഴിഞ്ഞിട്ട് കടന്നു വന്ന മുഹമ്മദ് നബിയുടെ ഉമ്മത്തീങ്ങളായ ഞങ്ങള്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തീങ്ങളായ ഞങ്ങൾ ഈ ഭൂമി ലോകത്ത് എന്തെല്ലാം ഡ്രസ് ഇട്ട് തപ്പാക്കിടാ.
ഡ്രസ് എടുത്തിട്ട് വ്യഭിചരിക്കിടങ്ങളുമാറ്, കള്ളു കുടിച്ചിട്ട് ഡ്രസ്സില്ലാതെ റോഡിൽ നടന്നു പോണ്ടാറ്. അങ്ങനെ എന്ത് തപ്പാക്കിയെങ്കും അല്ല ഞങ്ങൾക്ക് പിന്നെയും ഡ്രസ് തണ്ട. ഞങ്ങളെ മാനവണം കാപ്പാടുക, ഞങ്ങളെ മാന അറാജാപകമാണ് കൂട്ടില്ല. എല്ലാ നിലയിലും ഞങ്ങളെ സംരക്ഷിക്കട. എല്ലാ നിലയിലും ഞങ്ങൾക്ക് നല്ല മനുഷ്യന്മാരെ ഇതിൽ ഞങ്ങൾക്ക് നല്ല ഇസ്സത്ത് തണ്ട. ഡ്രസ് എടുത്തിട്ട് ഞങ്ങൾ തപ്പാക്കിയിട്ടും അള്ളാഹു ഞങ്ങൾക്ക് ഡ്രസ് തണ്ട. ആദം നബി അലൈഹിസ്സലാം ഒരു തപ്പാക്കിയപ്പോ ആദം നബിയുടെ ഡ്രസ് എടുത്ത് വെച്ചിട്ടുള്ള ചുണ്ട സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ഡ്രസ് തന്നില്ല. ഉറയലമാം അതുപോലെയുള്ള വസ്തു യന്ത്രം ഉണ്ടാതെടുത്തിട്ട് ഔറത്ത് മറച്ചിട്ട് നിങ്ങൾ ദുനിയാവുക പോലും. ഇത് ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ചൊല്ലുടോ, അല്ലാഹുവേ ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്റെ ഡ്രസ് എല്ലാം അടിച്ചു കളഞ്ഞ് എന്റെ ഇസ്സത്ത് നഷ്ടപ്പെടും രീതിയിൽ എന്നെ നഗ്നമാക്കി കളഞ്ഞല്ലോ അല്ലോ. മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളെ ഭൂമിയിൽ കള്ളുകുടിക്കുന്നു വസ്ത്രമില്ലാതെ, വ്യഭിചരിക്കുന്നു വസ്ത്രമില്ലാതെ, കഞ്ചാവിന് അടിമപ്പെട്ട് വസ്ത്രമില്ലാതെ പല തോന്നിവാസങ്ങളും കാണിക്കുന്നു. വീണ്ടും അവർക്ക് നീ വസ്ത്രം കൊടുക്കുന്നു. ഇതവർക്ക് കൊടുത്തല്ലോ അല്ലാ. ഇത്രയെല്ലാ അനുഗ്രഹങ്ങൾ തന്നിട്ടോ എന്റെ പ്രിയപ്പെട്ട കേന്ദ്ര ജുമാ മസ്ജിദ് കുണ്ടൂരിന്റെ അങ്കണത്തിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ല ഇത്രയെല്ലാ അനുഗ്രഹങ്ങളെ വാരി കോരി കോരി തന്നിട്ട് പോലും നന്ദിയില്ലേ മനുഷ്യ? അല്ലാഹുവിലേക്ക് മടങ്ങാനായിട്ടില്ലേ മനുഷ്യ? അതിന് മൂന്നാമത് ചൊല്ലുടു, പടച്ചവരെ നാനൂറ് തപ്പാക്കിയപ്പോ നാടുവാടമാന്റെ പിഞ്ഞായിവാടമാ ചണ്ടാണി ചട്ടുഭാഗത്തേക്കാക്കിയിട്ട് 300 കൊല്ലത്തോളം ഞങ്ങളെ പരീക്ഷിച്ച നീ 300 വർഷത്തെ പിന്നെ നന്റെ പിഞ്ഞങ്ങിട് നീ ഒട്ടിഞ്ഞാക്കിയ ദുനിയാവുള്ള ആണും പെണ്ണോ മാപ്പിള അറിയാതെ പിഞ്ഞായാക്കിട എത്ര തപ്പുണ്ടു, പിഞ്ഞായറിയാതെ മാപ്പിളാക്കിട എത്ര തപ്പുണ്ടു. ആ ദമ്പതിമാരെ പരസ്പര ഹറാമല്ലാക്കിയിട്ടു ചാവായപ്പോ രാത്രിയായപ്പോ മണിയറക്ക് എത്തിയപ്പോ അവരെ രണ്ടുപേരെയും രഹസ്യങ്ങളെ പരസ്യപ്പെടുത്താതെ ഒരുമിച്ച് കിടത്തുന്നല്ലോ അല്ലാ. നാളൂറ് തപ്പാക്കിയപ്പോ എന്റെ പെഞ്ഞായികം തെരുപാടിയിട്ട് ലോകത്ത് പണ്ട് പോണ്ടതായ എല്ലാ സമുദായിക തരുന്നത് പോലെ എന്റെ സ്വർഗത്തിൽ നീ പറത്താക്കിയല്ലേ അല്ലാ. ഈ ഒരു അനുഗ്രഹം നീ കൊടുത്തത് ഈ പള്ളിയുടെ ചാനൽ ദീക്കടതായ നങ്ങീട്ടിക്കട. എത്ര അനുഗ്രഹം തന്നു നിങ്ങൾക്ക് നിങ്ങളെ റബ്ബ്. എന്റെ തലക തെല്ലും പത്തില്ലേ, ആഫിയത്ത് തന്ന, ആരോഗ്യം തന്ന, എന്നിട്ട് പോലും നിങ്ങളെ മനസ്സിൽ യാതൊരു ചേഞ്ചസും പണ്ടില്ല. സുബീബാങ്ക് പള്ളിയിൽ കേൾക്കുമ്പോ ഒന്ന് പോണു, പള്ളിയിൽ പോയിട്ടൊന്ന് നിസ്കരിക്കണോ. എന്റെ പള്ളിയിൽ നിന്റെ റബ്ബ് വിളിക്കുമ്പോ സുബൈക്ക് കടന്നുറങ്ങുമ്പോ സുബൈയുടെ ബാങ്ക് നല്ല പോലെ മുക്കരിക്ക് കൊടുക്കുമ്പോ നിങ്ങളെ ബാങ്ക് നിങ്ങളെ കാതുകൾ കേൾക്കട. ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്. തെറുകു പറു മനുഷ്യ കടന്നുറങ്ങിയതുമായി നിങ്ങൾ പള്ളിക്ക് പറു, നിസ്കരിക്കറു, സുബൈക്ക് പറു. അസ്സലാത്തു ഖൈറും മിനന്നൗം. വർണ്ണട വേണ്ടല നിസ്കാരമായിട്ടിക്കട നല്ലതുണ്ട് ചൊന്നിട്ട് പള്ളിയുടെ ഉസ്താദ് വിളിച്ചു ചൊല്ലുമ്പോ അവിടെ ഒല്ലി പഴിച്ചിട്ട് പിന്നെയും കടന്നുറങ്ങണതായ ബാലക്കാർ, അതുപോലെയുള്ള ഞങ്ങളെ ഉമ്മമാര് സഹോദരിമാര് ചാവു 2 ഗണ്ട 3 ഗണ്ട ചാവു ഓൺലൈനിൽ വെച്ചിട്ട് സുബിയാമ്പത്തുകു സുബൈബാങ്കടത്തിൽ മുന്നല കടന്നുറങ്ങണ ബാലക്കാർ പെണ്ണുങ്ങളിലേക്കുമ്പത്തുകു സുബൈ ബാങ്കോട് പള്ളിയുടെ ജമാഅത്തോട് അല്ലാഹുവിന്റെ നനപ്പോട് പാടങ്ങൾ വന്നിട്ട് പള്ളിയിൽ ചൊല്ലടാ വാലാമ്പത്തുകു ഉസ്താദേ ദുആർ കൊടോ ഒന്നത്തെ പോലെ കച്ചവടം നക്കില്ല, ഉഷാറില്ല, ആഫിയത്തില്ല, എന്റെ മക്ക ഉഷാറില്ല, നമുക്ക് സീക്ക് എപ്പോ നോക്കിയെങ്കും ആസ്പത്രി, എപ്പോ നോക്കിയെങ്കും നമുക്ക് രോഗ, നമുക്ക് സമ്പത്തില്ല, കടായിട് മനസ്സുക നെമ്മതിയില്ല. ഓടകളാ ഭാവനിക്ക് നെമ്മതി, ഓടകളാ നിക്കല്ലാവു കടതരാതിക്കടേ. ആഫിയത്തും ആരോഗ്യവും എല്ലാം ധ്യാനായതുപോലെ തന്നിട്ട് നായിട പോലെ
നായുടെ സ്വഭാവം എന്തുകൊണ്ടുണ്ട് ഇമാം ഷാഫി തങ്ങൾ ചൊല്ലുടൂ സുബഹി ബാങ്കിടത്തോളം നായിക്ക് ഉറങ്ങണ ബുദ്ധിയില്ല ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിക്കട സുബഹി ബാങ്കത്തോളം സുബഹി ബാങ്കട തെല്ലുമൊന്നോളം നായിക നല്ല ഉറക്കമിട്ടിക്കട പിന്നെ അത് എനിക്ക് രപ്പണ്ടുകൊണ്ടുണ്ടാവും 8 ഗണ്ട ആവണോ 7 ഗണ്ട ആവണോ പിന്നെ ആയിട്ടിക്കട നായി എനിക്കട അതുപോലെ മനുഷ്യന്മാരുടെ സ്വഭാവം സുബഹി 2 ഗണ്ടക്ക് നോക്കിയെങ്കിൽ ഒന്നിന്റെ ഇൻസ്റ്റ ഓണിലായിട്ടിക്കട് ചാവ് 2 ഗണ്ട 3 ഗണ്ട നോക്കുമ്പോഴും നീ സ്നാപ്പ് ചാറ്റിൽ ഓൺലൈനായിട്ടിക്കട് വാട്സപ്പിലും ഓൺലൈനിലായിട്ടിക്കട് ആരട്ടായി ചാവുക നിന്റെ ചാറ്റിങ് ആരട്ടായിട്ടിക്കട് പിന്നെ 2 ഗണ്ട ചാവുക നീ ഓൺലൈനിലാക്കട സ്വറയന്തല് നീന് ചൊന്നു കൊടുക്കണത് അതെങ്കിലും നിനക്ക് ഹൈറ അല്ലത് ചൊന്നു കൊടുക്കണം അതെങ്കിലും നിനക്ക് ഹൈറ അതല്ലല്ലേ ഏതോ ചില ദുനിയാവുടെ ആവശ്യത്തിന് വേണമായിട്ട് ഉറക്കം വലിഞ്ഞിട്ട് കടന്നുറങ്ങിയിട്ട് സുബഹി ബാങ്ക് കൊടുത്തപ്പോ പോലും കാതക കേൾക്കാതെ നിസ്കാരമില്ലാതെ കട്ടുകാലിയെ പോലെ ഏതൊരു അമലുമില്ലാതെ കഴിഞ്ഞു പോകണ്ടേ നിന്റെ ഫീസത്തെ യുവത്വമേ ആലോചനക്കറോ കാലഘട്ടത്തിൽ ജീവിച്ചു പോയ 20-30 വയസ്സുള്ള പലക്കാർ ഞങ്ങളെ പോലെ എത്ര ആൾമാർ നാറടി മണ്ണടടിയിലുള്ളത് എത്ര ആൾമാർ മരിച്ചു പോയാറ് നാളെ ഈ ലിസ്റ്റിൽ കണ്ടും നിങ്ങളുടെ പേരില്ലാണ്ട് ചൊല്ലുക നിങ്ങൾക്ക് ധൈര്യമാ യാ അല്ലാഹ് ഞങ്ങൾ എല്ലാവർക്കും ഈമാൻ തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹു ഇത്രയുള്ള അനുഗ്രഹം തന്നിട്ട് പോലും ഞങ്ങൾക്കൊന്നും ഒരു ചേഞ്ചസ് ആവുക മനസ്സിലല്ലേ അല്ലേ അല്ലേ ഒന്ന് നല്ലവണ്ണം മറ്റൊന്നും നല്ലവണ്ണം പഠിച്ചോനെ ഞങ്ങൾ ആരെങ്കിലും ഒരു നാൾ ഇതിന്റെ തൊഴിൽ ചിന്തിച്ചിരമാ മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ഇദാ ദക്കറല്ലാഹു ഖലസ പഠിച്ചോനെ ഒരു സെക്കൻഡ് ഒരു നാൾ ചിന്തിച്ചിങ്ങ മയ്യ ഒരു നാളിൽ ഒരു സെക്കൻഡ് വെച്ചിട്ട് പഠിച്ചോനെ നമുക്ക് നിന്റെ ആ കൃപ നിന്റെ തൃപ്തി നിന്റെ നിനക്ക് വേണമുള്ള നാനാക്കിയ തപ്പു നിനക്ക് മാപ്പാക്കി താവാണ്ട് ഒരു നേരം ഒരു സെക്കൻഡ് ഒരു ചിന്തിച്ചാനാ അവന് രക്ഷപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് തരട്ടെ അപ്പൊ ഈ ആഫിയത്തെല്ലാം നഷ്ടമായിട്ട് വന്നോളൂ അവൻ തന്ന അനുഗ്രഹത്തിൽ നിങ്ങൾ എടുത്തോളൂ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല എല്ലാ നാളെ അല്ലാഹു പ്രശ്നം കേക്കടാ നിന്റെ നോട്ട നിന്റെ കാല് കൈ കൽബ് ഹൃദയം ആഫിയത്ത് ആരോഗ്യ സ്വത്ത് എല്ലാം അല്ലാഹു കേക്കടാ എല്ലാത്തിനും അല്ലാഹു ചോദിക്കടാ പ്രശ്നം കേക്കടാ ഉത്തരം ചൊല്ലുക നിങ്ങൾക്ക് തീർവാ ലാ തസൂലു ഖദമ ബനി ആദമ യൗമൽ ഖിയാമത്ത് നാളില് ഖിയാമത്ത് 2 ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു കാല് നിങ്ങൾക്ക് എതിർക്ക് വയ്ക്കുമ്പോ അല്ല മുട്ടില്ലേ ഒരു പാത എതിർ പോകുക പഠിച്ചോ മുട്ടില്ലേ അവിടെ നിന്നിട്ട് ഞങ്ങളുടെ കേൾക്കണോ 5 വിഷയത്താണ് പ്രശ്നം കേൾക്കടാ ഇതൊക്കെ വ്യക്തമായ ഉത്തരം നിങ്ങൾ ചൊല്ലാണ്ട് ആ മസ്തറയിൽ രക്ഷപ്പെടുക തീരുണ്ട് നിങ്ങൾ ആരും വിചാരിക്കണ്ട ഓടിക്കുമ്പോ ആരെ വേണമെങ്കിൽ കണ്ണു കെട്ടുമ്പോ നിങ്ങൾക്ക് തീർന്ന് ആരെ എതിർന്ന് എന്ത് വേണമെങ്കിൽ ആക്കിയിട്ട് നേടുന്നത് നിങ്ങൾ തീർന്ന് കാരണം നാവുണ്ട് ആരോഗ്യമുണ്ട് ആഫിയത്തുണ്ട് സ്ഥാനമുണ്ട് മാനമുണ്ട് എല്ലാം ഉണ്ട് അവിടെ എത്തിയപ്പോ ഞങ്ങളെല്ലാം ഒരേപോലെ പള്ളിയുടെ ഉസ്താദും പൂണഞ്ചാര സമ്പളത്താളും ലക്ഷത്തെ മേലെ ശമ്പളം എടുക്കണോളും പൈസത്തോണും പാവത്തോണും പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം ഒരുപോലെ എല്ലാവരും മഷറയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു പാത നിങ്ങൾ എതിർ വയ്ക്കണമെങ്കിൽ 5 വിഷയത്തിന് നിങ്ങൾ ഉത്തരം ചൊല്ലണം അത് ചൊല്ലാണ്ട് ഞങ്ങൾ അന്ന് വീട്ടിലെ അള്ളാഹു അതിന് വ്യക്തമായ ഉത്തരം പറയാനുള്ള കഴിവ് അള്ളാഹു ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ ഒന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു ഒന്നാമത്തെ പ്രശ്നം നിന്റെ ആയുസ് നീ എന്തിനു വേണമെങ്കിൽ ഖർച്ചാക്കിയതാണ് ഇതെല്ലാം നിൽക്കുന്നവൻ 60-70 വയസ്സ് തന്നില്ലേ എന്തിനാക്കിയതിരെ ഞാൻ എന്താ ചൊല്ല കൂടിയോ പഠിച്ചോനെ ഒരു 20 വയസ്സ് തോളം നമുക്ക് എന്ത് ബോധമില്ല ദുനിയാവിടെ എങ്ങനെ തിരിഞ്ഞോട് നടന്ന 20 പിന്നെ 30 തോളം ഇത്രയാൾ അങ്ങോട്ടോടെ വെച്ചിട്ടും പോണ്ടോടെല്ലാം പോയിട്ടും വിരുന്നുകളെല്ലാം പത്തിയിട്ടും അങ്ങോട്ടോടെ വെച്ചിട്ടും ഇങ്ങനെ അത് പോയിട്ട് പിന്നെയുള്ള 30-40 മനസ്സായപ്പോ പള്ളിക്ക് വന്ന മനസ്സായപ്പോ പള്ളിയുടെ പള്ളി പോയിട്ട് മജ്ലിസിൽ വെച്ച വേനായ ചില ഹറാമും കാര്യങ്ങളും അങ്ങോട്ട് വന്ന് 45-50 ദിവസം മരിച്ചുപോയാ നല്ലതെങ്കിൽ നമുക്ക് ചൊല്ലുകില്ലേ അള്ളാഹു നല്ലത് ചെയ്യാനും പറയാനും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആയുസ് നിങ്ങൾ എന്തിനു വേണ്ടി ചെലവഴിച്ചു അള്ളാഹു തആല തന്ന ആയുസ്
ആ ആയുസ് നിങ്ങൾ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ എണ്ണിയിട്ട് ഓരോന്നോരോന്നായി മണിമണിയായി അല്ലാഹുവോട് പറയേണ്ടതുണ്ട്. യാ അല്ലാഹ്, എന്റെ ആയുസിന്റെ ഇന്നേ ദിവസം ഞാൻ ഇത് ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഇത്ര നല്ലത്, ഇത്ര വടക്ക്, ഓരോന്നോരോന്നായി പറയാ. അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ, അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ എണ്ണിക്കാണിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒരടി പോലും മുമ്പോട്ട് പിമ്പോട്ട് ചലിക്കാൻ നമ്മൾക്ക് കഴിയില്ല. മലപറവ് പൂണ്ടുണ്ട് കണ്ടല്ലേ ആവട്ടെ മസാല മല പറമ്പത്ത് നീ പാട്ടിട്ട് വാർക്കാം ആവല്ലേ അവിടുത്തോളം നിങ്ങൾ ഇപ്പറ നോക്കൂ. മൈക്ക് ഓപ്പറേറ്റർ അതെല്ലാം ബന്ധാക്കി കൊണ്ടുണ്ട്. ഞങ്ങൾ ആരെ സഹായം ഞങ്ങൾക്ക് വേണ്ടാണ്ട് കണ്ട് നീ ഇപ്പറ നോക്കൂ. വേണമെങ്കിൽ നിങ്ങൾ വിളിക്കൂ, അപ്പൊ ഞങ്ങൾ പോയിട്ട് സഹായിക്കാം. നല്ല മല തരട്ടെ. എന്റെ റായത്തിലല്ല തണ്ണില്ലാണ്ട് കഷ്ടം വന്നിട്ടുള്ള മലക്ക് തോർന്നിട്ടുള്ള ഞങ്ങളോട് ഞങ്ങൾ വാവ് നടക്കുന്നു. മല വേണ്ട ചോദിച്ചെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പക്ഷെ നല്ല മല അനുഗ്രഹമായിട്ട് ഞങ്ങൾ റായത്തിലും ചുറ്റുഭാഗത്തും തരട്ട്. തണ്ണിയില്ലാതെ തൊണ്ടരാവതായ ബുദ്ധിമുട്ടുള്ളത് ഞങ്ങളെ കാക്കട്ടെ. എന്റെ വിശ്വത്തെ മുസ്ലിമേ ഞങ്ങളോട് ആലോചനാക്കുന്ന വിഷയ ഇതൊരു കാലി വാവ്, അതൊരു പേരുകവനായിട്ടാവാണ്ട് ഇന്ത്യയിൽ പിന്നെങ്കും മനസ്സിൽ വെച്ച് ഞങ്ങൾ ആലോചനാക്കണോ. നമ്മുടെ ആയുസ് ഞാൻ എന്തൊക്കെ ചെലവാക്കിയല്ല. 30 വർഷത്തോളം ഞാൻ എന്തൊക്കെ ചെലവാക്കിയേ. നിന്റെ യുവത്വം, നിന്റെ ആരോഗ്യം, നിന്റെ ആഫിയത്ത് നിൽക്കാൻ കഴിയുന്ന കാലോ, നടന്ന് പള്ളിക്ക് വരാൻ കഴിഞ്ഞ കാലോ, ഇന്ന് നിനക്ക് ആഫിയത്തുണ്ട് ചെറുപ്പക്കാരാ. നിനക്ക് ബൈക്ക് എടുത്തിട്ട് 110 സ്പീഡിലൂടെ പോകാൻ നിനക്ക് കഴിയുന്നു. എന്നാലും പള്ളിയിലേക്ക് വരാൻ നിന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. നാളെ നീ പള്ളിയിലേക്ക് വരുന്നത് എപ്പോഴാണ്? കസേര വെച്ച് പള്ളിയിൽ നിസ്കരിക്കുന്ന കാലങ്ങളിലായ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ബേജാറാകേണ്ടി വരും. പടച്ചവനെ ആഫിയത്ത് തന്നപ്പോ ഞാൻ നിസ്കരിച്ചില്ല, ആഫിയത്ത് തന്നപ്പോ ഞാൻ ഹജ്ജിന് പോയില്ല, സ്വത്തുള്ളപ്പോ ഞാൻ നിനക്ക് വേണ്ടി ചെലവഴിച്ചില്ല, പണമുണ്ടപ്പോ ഞാൻ സദഖ കൊടുത്തില്ല, ആരോഗ്യമുള്ളപ്പോ മജ്‌ലിസൂറിന് വന്നില്ല, എല്ലാം നഷ്ടപ്പെട്ട് കിഡ്നി പോയപ്പോ, ഹാർട്ട് പോയപ്പോ, ലങ്സ് പോയപ്പോ, രോഗം വന്നപ്പോ പള്ളിയിൽ വന്നിട്ട് എത്തികാബിന്റെ നിയത്ത് വെച്ചിരുന്നിട്ട് എന്ത് ഫലമാ ചെറുപ്പക്കാരാ, എന്തുപകാരമാ യുവാക്കളെ. ഇപ്പൊ ഉള്ള ആരോഗ്യം നീ കർച്ചാക്കള. പള്ളി നല്ല നല്ല അമലാക്കുക വേണായിട്ട് നിന്റെ ആരോഗ്യത്തെ നീ കർച്ചാക്ക്. എല്ലാം തീർന്നു പോയപ്പോ നിനക്ക് കിഡ്നി ചേഞ്ച് ആക്കി വെക്കണോ, നിന്റെ ഹാർട്ടുകൾ ബ്ലോക്ക് ഉണ്ടത് എടുക്കണോ ചൊന്നിട്ട് ഓരോ രോഗവും നിനക്ക് റബ്ബ് താഴെ തന്നപ്പോ